എല്ലാവർക്കും നമസ്കാരം. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഈ സംഗതിക്ക്, അതായത് വഖഫ് ബുൾഡോസർ എന്ന് ആരോ പേരിട്ട് വിളിച്ചതായിട്ട് ഞാൻ കണ്ടു. ഈ ദീപിക പത്രമാണെന്ന് തോന്നുന്നുണ്ട്, വഖഫ് ബുൾഡോസർ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബുൾഡോസർ അല്ല, ഈ ലോകം തന്നെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു വജ്രായുധെന്നോ അല്ലെങ്കിൽ ഒരു അണുവായുധം എന്ന് പറയായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. അപ്പൊ ഈ ലോകം തന്നെ പിടിച്ചടക്കാനുള്ള ഒരു അണുവായുധമാണ് വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡിനെ കുറിച്ചിട്ട് ഇന്ന് ദീപിക വളരെ കാര്യമായിട്ട് എഴുതിയത് കണ്ടു. അതിനെക്കുറിച്ച് നമ്മുടെ മറുനാടൻ മലയാളി സാറ് ഒരുപാട് വിശദമായിട്ട് നമ്മോട് പറഞ്ഞു. ദീപിക എഴുതിയത് മൊത്തം അദ്ദേഹം വായിച്ചു കാണിക്കുകയും ചെയ്തു. അപ്പൊ നമ്മളതെല്ലാം കേട്ടു. അത് കഴിഞ്ഞിട്ട് ABC അതിനെക്കുറിച്ചൊന്ന് ചർച്ച, ആ ABCയുടെ ചർച്ചയും ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസവും ഞാൻ വഖഫിനെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് വീണ്ടും പറയാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന മീഡിയാസ് എല്ലാം, ഇപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നട്ടെല്ല് കാണിച്ച മീഡിയാസ് എല്ലാം, അത് മറുനാടനായാലും ശരി ദീപികയാണെങ്കിലും ശരി, ഇവരെല്ലാവരും മറന്നു പോകുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്ന ഒന്നുണ്ട്. അതായത് ഇവരെല്ലാവരും മനഃപൂർവ്വം മറക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം. അപ്പോ ദീപികയുടെ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദീപിക ഇന്ന് എഴുതിയിട്ടുള്ള അവരുടെ ഒരു ആർട്ടിക്കിളാണോ ലേഖനാണോ ഐഡോണോ, അവരുടെ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു സംഗതി. അപ്പോ ഈ സംഗതികൾ മുഴുവനും ഇവർ പറയുന്നുണ്ട്, അതിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ എല്ലാവരും മനഃപൂർവ്വം മറക്കുന്ന ഒന്നുണ്ട്, രാഷ്ട്രീയം. അതായത് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംഗതി എങ്ങനെയാണ് ഈ നിയമം നിലവിൽ വന്നത്? ഇത് പണ്ടേ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. പണ്ടേ തൊട്ട് ഈ വഖഫ് ബോർഡിന്റെ ഈ നിയമങ്ങളും കാര്യങ്ങളൊന്നും പണ്ടേ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത് എന്നാണ് പ്രാബല്യത്തിൽ വന്നത്, ആരാണ് ഇത് കൊണ്ടുവന്നത് എന്ന് എല്ലാവരും മനഃപൂർവ്വം അങ്ങ് വിഴുങ്ങുവാണ്. അതാണ് എനിക്ക്. അപ്പൊ ഇവർക്കൊക്കെ ഇവരുടെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതായത് ദീപികയുടെ രാഷ്ട്രീയമുണ്ട്. കാരണം ദീപിക എന്ന് പറഞ്ഞാൽ ഒരുവിധം ഓൾമോസ്റ്റ് ക്രിസ്ത്യാനികളും മുഴുവനും അവരെല്ലാവരും കോൺഗ്രസിന്റെ ആൾക്കാരാണ്. കോൺഗ്രസ് പാർട്ടി ആയിരിക്കും. ഓൾമോസ്റ്റ് ക്രിസ്ത്യാനികളും അങ്ങനെയാണ്, കോൺഗ്രസിനെയാണ് സപ്പോർട്ട് ചെയ്യാറ്. അപ്പോ ഈ പല ന്യൂസുകളിലും പല കാര്യങ്ങളിലും എനിക്ക് മറുനാടന്റെ ന്യൂസ് കണ്ടിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്, മറുനാടന്റെ ഉള്ളിലെ ഒരു നല്ലൊരു കോൺഗ്രസ്സുകാരനുണ്ട്. അതായത് എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇട്ടിട്ട് കളിക്കാൻ ആരും തയ്യാറല്ല. ഇതാണ് എനിക്കിപ്പോ ഈ ദീപിക പറയുന്ന കാര്യത്തിൽ നിന്നായാലും ഈ മറുനാടൻ പറയുന്ന കാര്യത്തിൽ നിന്നായാലും എനിക്ക് മനസ്സിലായത്. സ്വന്തം രാഷ്ട്രീയത്തിനെ അങ്ങനെ പൊതിഞ്ഞു പിടിച്ചേക്കുക, അത് കോട്ടം തട്ടാത്ത രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പൊ ഈ ദീപിക എന്ന് പറയുന്ന സംഗതി ഇത്രയും വിശദമായിട്ട് വഖഫ് ബോർഡിനെ കുറിച്ച് എഴുതിയപ്പോ അവർക്ക് പറയായിരുന്നില്ലേ ഈ നിയമം ആരാ കൊണ്ടുവന്നത്? രാഷ്ട്രീയം കൂടിയിട്ട്, കാരണം രാഷ്ട്രീയമില്ലാത്തൊരു കളികളും ഇല്ല. അപ്പൊ രാഷ്ട്രീയം കൂടിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് പറയണം, ഇത് എന്നാണ് ഈ നിയമം വന്നത്, ആരാണ് ഈ നിയമം കൊണ്ടുവന്നത്. അതെല്ലാവരും മനഃപൂർവ്വം ഇങ്ങനെ മറച്ചു പിടിക്കുക ഭംഗിയായിട്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതായത് അവരവർക്ക് അവരവരുടേതായ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഇവിടെ വളം വെച്ച് വളരുന്നത്? ഇവർക്കൊക്കെ വളട്ട് കൊടുക്കുന്നത് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്. ദീപികയുടെ രാഷ്ട്രീയത്തിന് ദീപിക മറച്ചു പിടിക്കുമ്പോ, അതായത് ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോ, ഇവിടുത്തെ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോ, അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഈ പറയുന്ന വഖഫ് ബോർഡിന് ഇതിന് മാത്രം അധികാരങ്ങളെല്ലാം നൽകിയിട്ട് സുപ്രീം കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനൊരു വഖഫ് ബോർഡിന്റെ ഒരു അവസ്ഥയും അതിന്റെ ആക്റ്റും കൊണ്ടുവന്നത്. അത് ഇവിടുത്തെ മൻമോഹൻ സിംഗ് ആണ്. അത് നിങ്ങളെല്ലാവരും ഘോരം പറയണം, ഓപ്പൺ ആയിട്ട് തന്നെ പറയണം. ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് ഈ തല കൊണ്ടുപോയിട്ട് പുലിമടയിൽ വെച്ചു കൊടുത്തത്. ഈ കോൺഗ്രസ്സുകാർ ഇവിടെ ഭരിക്കുമ്പോഴാണ്, അതായത് 1995 മൻമോഹൻ സിംഗിന്റെ സർക്കാര്, മൻമോഹൻ സിംഗ് വെറും പാവയായിരുന്നു, വെറും റബ്ബർ സ്റ്റാമ്പായിരുന്നു. സോണിയാഗാന്ധിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. നമുക്കറിയാം, മൻമോഹൻ സിംഗിനോട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ അത് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും, ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയും. അദ്ദേഹത്തിന് അത്ര റോളേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഈ റബ്ബർ സ്റ്റാമ്പിനെ വെച്ചുകൊണ്ട് നമ്മുടെ ഇറ്റലിക്കാരി മദാമയാണ്. അപ്പൊ ഇറ്റലിക്കാരി മദാമയെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ഒരു പാവയാക്കിക്കൊണ്ട് നമ്മുടെ സോണിയാഗാന്ധി അവരുടെ ടീമാണ് ഈ പറയുന്ന വഖഫ് ബോർഡിന് ഇതിന് മാത്രം അധികാരങ്ങൾ കൊടുത്തിട്ട് സംഗതികളെല്ലാം പാസ്സാക്കിയത്. അത് ദീപികയും മറക്കുന്നു, മറുനാടനും മറക്കുന്നു. എന്തുകൊണ്ട്? എന്തിനാണ് പറയാതിരിക്കുന്നത്? ഇന്ന സർക്കാരിന്റെ കാലത്താണ്, ഇന്ന പാർട്ടിക്കാരാണ് ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്, അവരാണ് വഖഫ് ബോർഡിന് ഇത്രയും വലിയൊരു അധികാരം കൊടുത്തിട്ട് ഈ ഇന്ത്യ മഹാരാജ്യം മൊത്തം വഖഫിന്റെ കീഴിലാവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം, അതായത് ഭാരതത്തിനെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനായിട്ട് മനഃപൂർവ്വം കൊണ്ടുവന്ന
കാരണം ഇപ്പൊ പപ്പുമോന്റെ ടീമിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഒക്കെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് എവിടുന്നാണ് കളി തുടങ്ങിയതെന്നുള്ളത്. അപ്പൊ ഇത് ഒരു സൈഡിൽ നിന്ന് കളിച്ച് തുടങ്ങിയ കളിയാണ്, ആ കളിയുടെ ഒരു ഭാഗമാണ്. കാരണം ഏതെങ്കിലും ഒരു ദിവസം നമ്മള് ഇപ്പൊ 2024 അപ്പൊ 2045 ആവുമ്പോഴേക്കും ഇതൊരു മുസ്ലിം രാഷ്ട്രമാവും എന്ന് SDPIക്കാരും മറ്റുള്ളവരും പിന്നെ ജമാഅത്തെ ഇസ്ലാമി നമ്മളെ വെല്ലുവിളിക്കുമ്പോ ആ കൊണ്ടുപോകുന്ന പരിപാടിയുടെ പ്ലാനിന്റെ അടിത്തറ പാകിയതാണ് കോൺഗ്രസ്. ജമാഅത്തെ ഇസ്ലാമിക്കും ഈ പറയുന്ന ഇവിടുത്തെ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾക്കും SDPI പോലുള്ള സംഘടനകൾക്കും പച്ചക്കൊടി വീശിക്കൊണ്ട് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരും നമ്മുടെ നാട് ഭരിക്കുന്ന ഇപ്പോഴത്തെ പിണറായി സർക്കാരും എല്ലാവരും കൂടിയിട്ട് ഒത്താശ ചെയ്ത് ഒതുക്കി കൊടുത്തതാണ് വഖഫ് ബോർഡ്. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വഖഫ് ബോർഡ് എന്ന് പറയാൻ പോയിട്ട് പിന്നെ നമ്മളൊരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ട് എതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് എന്റെ പിന്നെ റേഞ്ച് അങ്ങ് താഴെ പോകും. ഫുൾ റിപ്പോർട്ടഡിയാണ്, ഒന്നും പറയാൻ പാടില്ല, ഇവരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. അത് അവർക്ക് രാഷ്ട്രീയക്കാർ കുറെ കാലങ്ങളായിട്ട് പിന്നെ ചാർത്തി കൊടുത്ത അധികാരങ്ങളാണ്. അപ്പൊ ആ അധികാരത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ചോദ്യം ചെയ്താൽ ഓരോരുത്തരെയും വെട്ടി വീഴ്ത്തും. അതാണ് അവസ്ഥ. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടായതല്ലേ അവലും മലരും കരുതി വെച്ചോ, കുന്തിരിക്കവും കരുതി വെച്ചോന്ന്. അപ്പോ അന്നത്തെ കാലത്ത് ഈ വക സംഭവങ്ങൾ വരുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളും ഒരിക്കലും ആരുമായിട്ടും കൂട്ടുചേർന്നിരുന്നില്ല. അവരും ഇതിനൊക്കെ സപ്പോർട്ടായിരുന്നു. പക്ഷെ സ്വയം പൊള്ളാനായിട്ട് ഇനി ഒന്നും ബാക്കിയില്ല. കാരണം ഇപ്പൊ നോക്കി നിൽക്കുന്ന എല്ലാവരും ലൈവായിട്ട് അനുഭവിച്ച് രേഖാമൂലം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടികളടക്കം വഖഫ് കൈ ചൂണ്ടിയിട്ട് പറയണത് എന്റെയാണ് കൊണ്ട. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇപ്പൊ വേളാങ്കണ്ണിയില് വലിയൊരു 100-400 ഏക്കർ വരുന്ന അത്രയും പ്രദേശം അത് മുഴുവൻ വഖഫിന്റെ ആണെന്ന് പറഞ്ഞിട്ട്, കാരണം ഇടയില് കൈമാറിയപ്പോ ഒരു മുസ്ലിം നാമധാരി അതിന്റെ നടുവിൽ വന്നിരുന്നു. പിന്നെ അദ്ദേഹം അത് കൊടുത്തതാണ്. അപ്പൊ ആ രേഖാമൂലം അവരുടെ കയ്യിൽ ഉണ്ടായിട്ടും ഈ സംഗതി ഇപ്പൊ വഖഫിന്റെ ആണ്, കേസാണ്, സ്റ്റേ വന്നു. അപ്പൊ നാളെ നമ്മുടെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ വീടും എന്റെ വീടും മറ്റുള്ളവന്റെ സ്ഥാപനവും, അല്ലെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ ആദ്യം തന്നെ വിത്തുപാകി കോൺഗ്രസിന്റെ സർക്കാർ ഇത് മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള വിത്തുപാകി ആദ്യമേ തന്നെ. ആ വിത്തുപാകിന്റെ ഭാഗമായിട്ടാണ് ഈ വഖഫ് ബോർഡ് വന്നത്. വഖഫ് ബോർഡ് എന്ന് പറയുന്ന വലിയൊരു മരത്തിന്റെ വിത്തുപാകി കോൺഗ്രസ്സുകാര്. ആ വിത്തുപാകി കഴിഞ്ഞിട്ട് ആ മരം പതുക്കെ മുളച്ച് അതിന് ചില്ലയും ശാഖയും അതിന് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴ്, അതങ്ങ് ശക്തി ആർജിക്കാൻ തുടങ്ങിയപ്പോഴ് അതായത് ആ നിയമം കൊണ്ടുവരുമ്പോ, ആ ആക്ട് കൊണ്ടുവരുമ്പോ ഒരു സൂചി പഴുതു പോലും ബാക്കി വെക്കാതെ സുപ്രീം കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അടച്ച പഴുതുകളെല്ലാം അടച്ചുകൊണ്ടാണ് വഖഫ് ബോർഡിന്റെ ആക്ട് നിലവിൽ കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. അപ്പൊ കോൺഗ്രസ്സുകാർ ആർക്കൊപ്പമാണ്? ഈ കോൺഗ്രസ്സുകാര് ഇത്രയും നെറികെട്ട, അതായത് ഈ നാട്ടില് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നുണ്ട്, മുസ്ലിമുകൾ ജീവിക്കുന്നുണ്ട്, പിന്നെ ഹിന്ദു സംസ്കാരത്തിലുള്ളവര്, സനാതന ധർമ്മത്തിലുള്ളവര് ജീവിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ അങ്ങേയറ്റം, അതായത് ഈ എന്താ പറയാ, പണ്ട് ആട്ടിൻകുട്ടിയെ പിടിച്ചു നിന്നിട്ടുള്ളൊരു കുറുക്കനുണ്ടല്ലോ, ആ കുറുക്കന്റെ കഥ പറഞ്ഞ പോലെ, നീയാണോ വെള്ളം കലക്കിയത്? നീയല്ലേ വെള്ളം കലക്കിയത്? ഒരു പുഴയുടെ ആറിന്റെ തീരത്ത് വന്നിട്ട് നമ്മള് കേട്ടിട്ടുള്ള ഒരു കഥയാണ്. നീയല്ലേ ഇതിൽ വെള്ളം കലക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആട്ടിൻകുട്ടി പറയുന്നുണ്ട് ഞാനല്ല. നീ അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛന്റെ അച്ഛൻ അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പൻ ഇവിടെ വെള്ളം കലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ തിന്നും എന്ന് പറഞ്ഞിട്ട് ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കുന്ന ആ കുറുക്കന്റെ കഥ. ഈ കുറുക്കൻ, വലിയ കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വഖഫ് ബോർഡ് എന്ന് പറയുന്ന വലിയൊരു കുറുക്കൻ, അതിന് എല്ലാ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ മുളപ്പിച്ചു കൊണ്ടുവന്ന വലിയൊരു വൻമരമാക്കി കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസ്സുകാരാണ്. ഈ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന വലിയ മരത്തിന്റെ വിത്ത് പാവിയതും അത് മുളപ്പിച്ചതും വലുതാക്കിയതും. അപ്പൊ അത് പതിയെ ഒരു ഭാഗത്ത് കൂടെ വളർന്ന് മരം വന്നോളും. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ചില്ല, ശാഖ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ കോളേജില് നിസ്കരിക്കാനായിട്ട് ഇടം ചോദിച്ചല്ലോ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. എല്ലാം കൂട്ടി വെച്ച് ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ കോളേജില് നിസ്കരിക്കാനായിട്ട്, ക്രിസ്ത്യൻ കോളേജില് നിസ്കരിക്കാനായിട്ട് സ്ഥലം ചോദിച്ചു. അത് വേറൊരു തുടക്കാണ്. മുഹമ്മദ് റഫീഖ് ഓരോ തോൽവിയാണെങ്കിൽ ഞാൻ സഹിച്ചോളാം, താങ്കളുടെ കുടുംബത്തെ കാര്യം നോക്ക് കേട്ടോ. മുഹമ്മദ് റഫീഖിന് അതായത് അവരവർ നിന്ന നിലയില് പിന്നെ ഈ തന്തയെ മാറുന്ന പോലെ കാര്യങ്ങൾ മാറി കൊണ്ടുവന്നിട്ട് തന്തയ്ക്ക് ജനിക്കാത്ത സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിളിക്കാൻ നിൽക്കണ്ട. തനിക്ക് വല്ലാണ്ട് കിളി വരുന്നുണ്ടെങ്കിൽ തൻ കുടുംബത്ത് പോയിട്ട് പെണ്ണുമ്പിള്ളയെ നോക്കി നന്നായിട്ട് കിളിക്കേ. അപ്പൊ അവളെങ്കിലും തന്നോട് അവൾക്കെങ്കിലും ഒരു റൊമാൻറ്റിഫിക്കേഷൻ വരട്ടെ. മനസ്സിലാവുന്നുണ്ടോ?
താൻ കുറെ നാളായി എന്റെ പുറകെ നടന്നിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചൊറിയാൻ നിൽക്കുന്നു. തന്നെ ഞാനൊരു അക്ഷരം പറയാൻ വരുന്നില്ല. മര്യാദയുടെ ഒരു അതിർവരമ്പുകളുണ്ട് എല്ലാവർക്കും. അതെല്ലാവരും പാലിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. അത് ഞാൻ താങ്കളോടും ഓർമ്മിപ്പിക്കുന്നു. മുഹമ്മദ് റഫീഖ് എന്ന് പറയുന്ന താങ്കളെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മര്യാദാ ലംഘനം അതെല്ലാവർക്കും ഒരു പരിധി തൊട്ട് നല്ലതല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തനിക്ക് വഴി മാറി പോവാം. എന്റെ പോസ്റ്റിന്റെ അടി വന്നിട്ട് ഒരുമാതിരി കിളിക്കുന്ന പരിപാടി ചെയ്യണ്ട പ്ലീസ്, ദയവുണ്ടായിട്ട്. ഓക്കെ, ശരി. അപ്പോ ഈ വഖഫ് ബോർഡിന്റെ മറ്റൊരു എന്താ പറയാ ഉന്നമാണ് കോളേജുകളിൽ നിസ്കരിക്കാനായിട്ട് ഇടം. അപ്പൊ നിസ്കരിക്കാനായിട്ട് അവിടെ അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് കൈക്കലാക്കാം. അപ്പൊ കോളേജുകൾ കൈക്കലായി. പിന്നെ നമ്മുടെ നാട്ടില് നോക്കി വരുമ്പോൾ ഓരോ ക്രിസ്ത്യൻ ഫാമിലികളിലും അച്ഛനും അമ്മയും മാത്രമേ അവശേഷിക്കുന്നത്. അവിടുത്തെ മക്കളെല്ലാവരും നമ്മുടെ നാട്ടില് ജോലിയില്ല, കൂലിയില്ല, തൊഴിലുമില്ല, ജീവിക്കാൻ മാർഗമില്ലാണ്ട് എല്ലാവരും പോയി. എല്ലാവരും അവരവരുടെ പാട് നോക്കിപ്പോയി. അപ്പൊ പുതിയ തലമുറ എന്ന് പറയുന്ന സംഗതി ഇല്ല. ഇപ്പൊ ഓരോ ക്രിസ്ത്യൻ വീടുകളിലും അപ്പനും അമ്മയും മാത്രം, വല്ലപ്പോഴും വരുന്ന മക്കള്. ഇനി മക്കളാരും തിരിച്ചു വരാനും പോകുന്നില്ല. അപ്പൊ ഇവര് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ക്രിസ്ത്യൻ ഭവനങ്ങളും കോളേജുകളും ഇനി നാളെ അന്യാധീനപ്പെട്ടു പോയാൽ അതും നമ്മളിലേക്ക്, അത് ഞമ്മളിലേക്ക്. അപ്പൊ അതൊരു ഭാഗത്ത് കൂടെ നമ്മളിലേക്ക് വരും, ആ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് നിസ്കരിച്ചു, അല്ലെങ്കിൽ ഞാൻ അവിടെ കൊതും കുത്തി കിടന്നു എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് കൈക്കലാക്കാം. അതൊരു ഭാഗത്ത്. ഇനി ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഞാൻ ഇതുവരെ കാണാറില്ല ഇങ്ങനത്തെ ഓരോ കോലം കെട്ടലുകൾ. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോ തപ്പുമുട്ട്, എന്ത് തപ്പുമുട്ടാണെന്ന് എനിക്കറിയില്ല. ഇത് തപ്പുമുട്ടല്ല, ഇത് തട്ടിമുട്ടാണ്. ഈ തട്ടിമുട്ട് കളിക്കുന്നത് ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ എഴുതി വെച്ചിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ലാന്ന്. എന്നിട്ട് കുറെ അലവലാതി ഹിന്ദുക്കള്, അങ്ങനെ തന്നെ ഞാൻ പറയാം, ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തു ഈ ജന്മത്തിന് പഠിക്കാൻ പോണില്ല. ഈ അലവലാതി മതേതരവാദി ജന്തുക്കൾ കാരണം മറ്റുള്ളവരെയും കൂടിയിട്ട് കൊലക്കി കൊടുക്കാണ്. ഈ ഓരോ അമ്പലങ്ങളില് ദഫ്മുട്ടെന്നും പറഞ്ഞിട്ട് ഭഗവാന്റെ, അതായത് ശ്രീകോവിലിന്റെ മുന്നില് ഷൂ ഇട്ടുകൊണ്ട് എല്ലാവരും തപ്പുമുട്ട് കളിക്കുകയാണ്. നബിദിനത്തിന്റെ തെപ്പുമുട്ട്. ഞാൻ ചോദിക്കുന്ന ഈ നബിദിനമായാലും പിന്നെ ഈദുൽ ഫിത്തർ ആയാലും നോമ്പാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നെങ്കിലും ഹിന്ദുവിന് മാത്രമേ മതേതരം പുഴുങ്ങി തിന്നണ്ടൂ, ബാക്കിയുള്ളവന് മതേതരം പുഴുങ്ങി തിന്നണ്ട. അത് പറയുമ്പോ ഞാൻ വർഗീയവാദിയാ. എന്റെ കാര്യം ഞാൻ പറയുമ്പോ ഞാൻ വർഗീയവാദിയാണ്. നിങ്ങൾക്ക് എന്തു ആവാം, അവന്റെ കാര്യം പറയാൻ പാടില്ല. അവന്റെ കാര്യം പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വർഗീയവാദിയാക്കും. നമ്മളെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചിട്ട് നമ്മളെ അങ്ങ് എന്താ പറയാ ഇല്ലായ്മ ചെയ്യാനുള്ള വഴികൾ നോക്കുകയാണ്. ആ ഇല്ലായ്മ എന്ന് പറഞ്ഞാല് 10-55 വയസ്സായി, 56ാമത്തെ വയസ്സാണ് വരാൻ പോകുന്നത്. ഭൂമിയിൽ ജനിച്ചിട്ട് പകുതി മുക്കാൽ ജീവിതവും തീർന്നതാണ്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം അത് നല്ലതിനാണോ പൊട്ടയ്ക്കാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇനി സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മള് അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും, സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇല്ലായ്മ ചെയ്യാൻ വരുന്നവനെ ഇല്ലായ്മ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും. അതൊന്നും കണ്ടിട്ട് എന്റെ എന്താ പറയാ ഒരു പൂട പോലും പോകുന്ന ആ വില പോലും ഞാൻ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ദഫുമുട്ട് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ മുഴുവനും ഈ ദഫുമുട്ട് നടക്കാനായിട്ട് ഈ കുറച്ച് അധികാരികളുടെ കയ്യിലുള്ള ക്ഷേത്രം ഒരു പൊതു സമ്പത്താണ്, സനാതനധർമ്മികളുടെ, ആ വിശ്വാസികളുടെയാണ് ക്ഷേത്രം. ആ വിശ്വാസികളുടെ ക്ഷേത്രത്തില് ഒരുപാട്, അതായത് ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആ ക്ഷേത്രം. അതിൽ ഒരു കൂട്ടം ആൾക്കാർ മാത്രം, കുറച്ച് ആൾക്കാർ അവരുടെ പിന്നെ സന്തോഷത്തിനോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെ മതേതരം പുഴുങ്ങി തിന്നാൻ കൊണ്ടുവന്നാല് നാളെ അത് വഖഫ് ബോർഡുകാർ പറയും ഞങ്ങൾ ഇവിടെ തപ്പ് മുട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലം ഞങ്ങൾ ഈ ക്ഷേത്രം കൊണ്ട് എടുക്കുകയാണ്. അതാണ് അവിടെ വരാൻ പോകുന്നത്, തപ്പുമുട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ തപ്പുകൊട്ട് വന്നിട്ട് ഈ തപ്പുകൊട്ട് കൊണ്ട് ഉണ്ടാക്കുമ്പോ ഈ ഒരു അമ്പലത്തിലേക്ക് കയറുമ്പോ ഒരു ഷൂ ഊരാനുള്ള മര്യാദ പോലും ഈ അലവലാദികൾ കാണിക്കുന്നില്ല. കാരണം അവർക്ക് ആ വിശ്വാസമില്ല, നമുക്കാണ് വിശ്വാസം. അപ്പൊ നമ്മൾ ആ വിശ്വാസത്തിന് നിരക്കുന്ന രീതിയിലേ നമ്മൾ പ്രവർത്തിക്കുള്ളൂ. അതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ എന്താവും, അതിന് നിരക്കാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ വന്നിട്ട് തപ്പുമുട്ടിന്റെ മതേതരം പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ട് ഷൂ ഇട്ടിട്ട് കുറെ എണ്ണങ്ങൾ കിടന്ന് തൊള്ളുമ്പോ അതിൽ മതേതരം പുഴുങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും ആസ്വദിക്കാനും കുറെ ജന്തുക്കള്, ഹിന്ദുക്കൾ എന്ന് പറയുന്ന കുറെ ജന്തുക്കള്. ഞാൻ ചോദിക്കട്ടെ, ഈ ദഫുമുട്ടുകാരനും വേണ്ടേ മതേതരം പുഴുങ്ങി തിന്നണ്ടേ ദഫുമുട്ടുകാരാ? ഈ നമ്മുടെ നാട്ടിലെ കേരളത്തിലായാലും ഇന്ത്യ മഹാരാജ്യത്തിലായാലും ഉള്ള പള്ളികളാണെങ്കിലും മോസ്ക് ആണെങ്കിലും എല്ലാം പിന്നെ മാങ്ങാത്തിലി തേങ്ങാക്കൊലകൾക്കും വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം പൂജ ഹോളിഡേയ്സ് ആണ് വരാൻ പോകുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോയും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ മോസ്കുകളിലും കൊണ്ടുപോയിട്ട് നിങ്ങൾ പൂജയ്ക്ക് വെക്കേ. എങ്ങനെ ഉണ്ടാവും? ഈ മതേതര ഹിന്ദുക്കളോടാണ് എന്റെ ചോദ്യം. ഈ മതേതര ഹിന്ദുക്കള് ഒന്ന് നല്ലോണം ആലോചിച്ചിട്ട് ഉത്തരം പറയാ.
ഈ മതേതരം പുഴുങ്ങി തിന്നാൻ വൺ സൈഡ് പോരല്ലോ. ഇത് വൺ വേ ട്രാഫിക് പോലെ ഒരു സൈഡ് മാത്രം പുഴുങ്ങി തിന്നാ പോരാ. മതേതരം പുഴുങ്ങി തിന്നുമ്പോ എല്ലാവർക്കും ഒരുമിച്ച് പുഴുങ്ങി തിന്നണ്ടേ? അപ്പൊ ആ ഉണ്ട പുഴുങ്ങി തിന്നുന്ന മതേതരവാദികളോടാണ് ഞാൻ ചോദിക്കുന്നത്, അമ്പലത്തിൽ തപ്പുമുട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ പള്ളികളില് വരുന്ന പിന്നെ എന്താ പറയാ പൂജാ ഹോളിഡേയ്സിന് സരസ്വതി ദേവിയുടെ ചിത്രം വെച്ചിട്ട് പൂജയ്ക്ക് വെക്കേ. അല്ലെങ്കിൽ ഈ മതേതരവാദികളായ ഹിന്ദു എന്ന ജന്തുക്കളോട് കൊണ്ടുവന്ന് കാണിക്കും. നിങ്ങൾ നട്ടലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്നുണ്ടല്ലോ എല്ലാത്തിനും പാത്രമായിട്ട്. ജനിച്ച കാലം തൊട്ട് എത്രയോ തലമുറകൾ, ഒരു 4-5 തലമുറകൾ ഇവിടെ ജീവിച്ചു പോന്ന ആ അന്നത്തെ വെളിവില്ലാത്ത വിവരം കെട്ട ഈ ഹിന്ദു എന്ന ജന്തുക്കള് ഇങ്ങനെ കിടന്നു കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഇവന്മാർക്കൊക്കെ ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്ന പോലെ, ഇവിടുത്തെ ഹിന്ദു എന്ന ജന്തു ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്ന പോലെ ഓരോരുത്തരും ഇവർക്ക് ഓരോ അധികാരങ്ങൾ കൊടുത്തിട്ടാണ് ഈ പറയുന്ന പ്രത്യേക ജാതികള് വന്നിട്ടിപ്പോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തപ്പോ കൊടുത്തവൻ പുറത്തായി. അതാണല്ലോ അവസ്ഥ. ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സംഗതി എന്താണെന്നറിയാത്ത അലവലാദികളാണ് ഈ പ്രത്യേക തരക്കാര്. ഒരു മര്യാദ, എന്തിനോടും വേണ്ട ഒരു മര്യാദ. ഇപ്പോ ലഡ്ഡു വിതരണത്തില് കണ്ടു, തിരുപ്പതി ഭഗവാന്റെ ലഡ്ഡു വിതരണത്തില് അവിടെ നെയ്യ് സെയിൽ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും പേര് വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക മതമാണ്. പ്രത്യേക മതത്തിന് ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല, പൈസ കിട്ടിയാൽ മതി, പോക്കറ്റ് വീർത്താ മതി, അവനും അവന്റെ കുടുംബം നന്നായാൽ മതി. കാരണം അവന്റെ കിതാബ് അവൻ അങ്ങനെ പഠിപ്പിക്കുന്നേ. മദ്രസ കാലം തൊട്ട് അവൻ പഠിക്കുന്നത് അതാണ്. നീയും നിന്റെ കുടുംബം മാത്രം നന്നാവുക, അപ്പുറത്തെ മുസ്ലിം ആണെങ്കിൽ അവൻ കെട്ടുപോക്കോട്ടെ, അവനെ കെട്ടുകൊടുക്കണം, അപ്പോഴേ നിനക്ക് അള്ളാഹു സ്വർഗം തരുള്ളൂ. ഇതാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്, ഇതാണ് തലയ്ക്കകത്തോട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഏതൊരു മനുഷ്യരെയും ദ്രോഹിച്ചാലും, ഏതൊരു മനുഷ്യരെ പറ്റിച്ചാലും, ഏതൊരു അമ്പലത്തിൽ കള്ളത്തരം കാണിച്ചാലും, എന്തൊക്കെ തോന്നിവാസങ്ങളും വഞ്ചന, നുണ ഇതൊക്കെ പറഞ്ഞാലും അള്ളാഹു ചിരിക്കും. കാരണം അവൻ അന്യമതക്കാരനാ. ഇതാണ് എന്താ പറയാ, ജനിച്ച് മൂക്ക് കീഴ്പ്പെട്ട് വന്ന് വിരിഞ്ഞു വരുന്ന മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തലയ്ക്ക് കൂടെ കയറ്റി കൊടുക്കുന്ന അതാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും? ആരെ വേണമെങ്കിലും പറ്റിക്കാനും, ആരെ വേണമെങ്കിലും ഒട്ടിക്കാനും, ആരെ വേണമെങ്കിലും വഞ്ചിക്കാനും തയ്യാറായിട്ടാണ് ഈ ഭൂമിയിലേക്ക് റെഡി ആയിട്ട് നടക്കുന്നത്. കാരണം അവന്റെ ദൈവം അവനോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളോ, നമുക്ക് മതേതരം പുഴുങ്ങി തിന്നണം, 4 നേരം പുഴുങ്ങി തിന്നാൽ അത്രയും സന്തോഷം. അതാണ് ഹിന്ദു എന്ന ജന്തു. ഇനി ഈ പറയുന്ന വഖഫിന്റെ കാര്യങ്ങളിൽ ഇത്രയും നിയമങ്ങളും കാര്യങ്ങളും എല്ലാവരും വന്നിട്ട് അതിനനുസരിച്ച് അവരുടെ പ്രവൃത്തികൾ നടത്തുമ്പോൾ ഇവിടുത്തെ ദീപിക പത്രത്തിന്റെ ആൾക്കാരാണെങ്കിലും വേണ്ടില്ല, മറുനാടൻ മലയാളി ആണെങ്കിലും വേണ്ടില്ല, ഇവിടുത്തെ മുഖ്യധാര പത്രമാധ്യമക്കാരോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്നവരോട്, ഇപ്പൊ നമ്മുടെ രാജ്യസഭയിലും നിയമസഭയിലും ജയിച്ചുപോയ MLA-മാരും MP-മാരും എല്ലാവരും ഉണ്ട്, കോൺഗ്രസിന്റെ MP-മാര്, കോൺഗ്രസിന്റെ പാർട്ടി ഉണ്ടാക്കിയ ഈ വഖഫ് ബോർഡിന്റെ നിയമം ഈ MP-മാരോട് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ അവർ വിളിച്ചു ചോദിക്കട്ടെ, അല്ലെങ്കിൽ അവർ നേരിട്ട് പോയി ചോദിക്കട്ടെ. മുഖ്യമന്ത്രി, താങ്കളുടെ അഭിപ്രായം എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ വഖഫ് ബോർഡിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ശരിയാണോ തെറ്റാണോ? ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരാണല്ലോ ഇത് ഉണ്ടാക്കിയത്, അവരോട് ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ അഭിപ്രായം? അവര് മിണ്ടുവോ? അവര് മിണ്ടുവാണെങ്കിൽ നമുക്ക് കാണാലോ. മിണ്ടില്ല. കാരണം എനിക്ക് എന്റെ കാര്യം, രാഷ്ട്രീയക്കാരൻ അവന്റെ കാര്യം, അവന്റെ നില മറന്നിട്ട് കളിക്കില്ലല്ലോ. അപ്പൊ ഏത് രാഷ്ട്രീയക്കാരാണ് കൊണ്ടുവന്നതെന്ന് ഭംഗിയായിട്ട് ഇവർ പൊതിഞ്ഞു വെക്കുകയാണ്. ഇത് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ വഞ്ചിച്ചതാണ് ഇവിടുത്തെ ജനങ്ങളെ. ഈ വഖഫ് ബോർഡുകൾ ഇപ്പം അദാനിയുടെ വീടാണ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. സക്കീർ നായക് നാട്ടിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് വരാൻ നിവൃത്തിയില്ല, അവിടെ കിടന്നുകൊണ്ട് അപ്പോഴോ വന്നിട്ട് എവിടേക്കാണ് പോക്ക്? എല്ലാവരുടെ പ്രോപ്പർട്ടി ചൂണ്ടിയിട്ട് ഇത് എന്റെയാണ്, ഈ അമ്പലം എന്റെയാണ്, ഈ പള്ളി എന്റെയാണ്, കോളേജ് എന്റെയാണ്. വന്ന് വേളാങ്കണ്ണിയിൽ ഒരു ഗ്രാമം, ഒരു 400 ഏക്കറോ മറ്റോ, അത് ഞങ്ങളുടെയാണ്, ഇങ്ങോട്ട് ഞങ്ങൾക്ക് കൊണ്ടാ. അതാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞത്. ഈ പ്രത്യേക മതവിഭാഗത്തിന് ചേരുന്ന ഏറ്റവും വലിയ ഒരു സംഗതിയാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ. ഇവർക്കൊക്കെ മതേതരം പുഴുങ്ങി തന്നെ നിങ്ങൾ എല്ലാവരും ഇവരൊക്കെ വിളിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, നിങ്ങൾ സ്വയം ഇല്ലാണ്ടാവും. ഒട്ടകം കയറിയിരിക്കും അവിടെ, പിന്നെ ആർക്കും ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഒട്ടകത്തിന്റെ സ്വഭാവം അതാണ്. ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രോപ്പർട്ടികളിലും ചൂണ്ടിയിട്ട് ഇവർ കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ദഫുമുട്ടെന്നുള്ള രീതിയിലും മറ്റുള്ള രീതികളിലും ഒപ്പന വേണമെങ്കിൽ നടത്ത്, മനസ്സിലാവില്ലേ? ഇനിയിപ്പോ അമ്പലങ്ങളിൽ വേണമെങ്കിൽ ബോർഡില് വഴിപാടുകൾ, പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ വെള്ളനേദ്യം, അല്ലെങ്കിൽ വെണ്ണനേദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കുമല്ലോ. ഇനി അതൊന്നും ആയിരിക്കില്ല. ഇനി മതേതരം പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ 2 സുന്നത്ത്
4 ദഫുമുട്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി വഴിപാട് കൗണ്ടറിൽ വരിക. അതൊക്കെ വായനകൾ നമ്മൾ സഹിക്കേണ്ടി വരും. കാരണം ഒരു 1-2 മനുഷ്യരുടെ തലയ്ക്കകത്ത് വരുന്ന പൊട്ടത്തരങ്ങള് അതിനോടുകൂടി അനുഭവിക്കുന്ന എല്ലാ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ അനുഭവിക്കുക. ചില മനുഷ്യർ മാത്രം അവരുടെ പ്രത്യേക താല്പര്യത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന പൊട്ടത്തരങ്ങള്, വിഡ്ഢിത്തരങ്ങള് നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഭവിക്കേണ്ട ഒരവസ്ഥ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഈ പറയാൻ വന്നത് എന്താ വെച്ചാല്, വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംഗതിയുടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഉറക്കെ പറയാനായിട്ട് നട്ടലുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ മറുനാടനാണെങ്കിലും ഇവിടുത്തെ ദീപിക ആണെങ്കിലും ഇവിടുത്തെ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരും എല്ലാ മുഖ്യധാര മാധ്യമങ്ങളോട് ഞാൻ വെല്ലുവിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ പറയേ, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് വഖഫ് ബോർഡിന്റെ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് പറയേ, ഉറക്കെ വിളിച്ചു പറയേ. ഞാനിപ്പോ പറയുന്ന പോലെ നിങ്ങളും പറയാൻ ധൈര്യമുണ്ടോ? എല്ലാവർക്കും അപ്പന രാഷ്ട്രീയം, എല്ലാവർക്കും അപ്പന രാഷ്ട്രീയം. അത് വിട്ടിട്ട് ഒരു കളിയില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയും, കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയും. പക്ഷെ ഞങ്ങൾ കാതലായിട്ടുള്ളത് പൊതിഞ്ഞു പിടിക്കും. അത് ഞങ്ങൾ പറയില്ല. അപ്പൊ അതെന്താ? അത് ഞങ്ങളുടെ രാഷ്ട്രീയ. അവർക്ക് വിഷമാവില്ലേ? കോൺഗ്രസ്സുകാർക്ക് വിഷമാവില്ലേ? കോൺഗ്രസ്സുകാർക്ക് വിഷമായി അപ്പൊ എന്തായി? അപ്പൊ ഈ പൊതുവേദിയിൽ നിൽക്കുന്ന മനുഷ്യർ തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരെ ഇതുപോലെ വളം വെച്ചിട്ട് കയറൂരി വിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ, എന്നെ പോലെ ഒരാളോ അല്ലെങ്കിൽ ഞാനൊരു വീട്ടമ്മയാണ്, എന്നെ പോലെ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന സാധാരണക്കാരനോ ഒരു കാര്യങ്ങൾ ഇതിൽ വിളിച്ചു പറഞ്ഞാൽ അത് കാര്യമായിട്ട് ഏൽക്കില്ല. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചാനൽ പ്രവർത്തകരോ യൂട്യൂബറോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളോ അവർ ഉറക്കെ പറയണം. അപ്പോഴാണ് ഈ സംഗതികളുടെ സീരിയസ്നെസ് എല്ലാവരുടെ ചെവിയിലേക്കും എത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നു. ഈ ചെയ്യുന്ന കാര്യങ്ങള്, ചെയ്തു വെച്ച കാര്യങ്ങൾ, കോൺഗ്രസിന്റെ സർക്കാർ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇന്നിപ്പോ ഈ ഭൂമിയിൽ പലരും കിടന്ന് കഷ്ടപ്പെട്ട് അനുഭവിക്കുന്നത്, പലർക്കും പാരയായത്. അത് നിങ്ങൾ ഉറക്കെ പറയുന്നെ വേണം. വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് പോലും നിയമം ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുരുക്കുണ്ടാക്കി വെച്ചത് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരാണ്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചു വന്ന MLA മാർക്കോ MP മാർക്കോ കേരളത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ഈ പറയുന്ന ജീവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോ അവരുടെ കൂട്ടാളികൾക്കോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കോ എന്തെങ്കിലും ഒരു ഉത്തരമുണ്ടോ? വഖഫ് ബോർഡ് ശരിയോ തെറ്റോ പറയട്ടെ. ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും ഇവിടുത്തെ മാർക്സിസ്റ്റുകാരനും നട്ടലുണ്ടെങ്കിൽ പറയട്ടെ, ഓപ്പൺ ആയിട്ട് പറയട്ടെ. അങ്ങനെ ഓരോരോ കാര്യങ്ങളും അടച്ചു വെച്ച് എത്ര കാലം പോകാൻ പറ്റും നമുക്ക്? ഈ രാഷ്ട്രീയ കളി വേണ്ട നമുക്ക്. നമുക്കെന്തിനാ രാഷ്ട്രീയ കളി? സത്യം എന്താണോ, നീതി എന്താണോ അത് പറയാലോ നമുക്ക്. അത് മാത്രം പൊതിഞ്ഞു പിടിക്കാതെ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഏത് രാഷ്ട്രീയ പാർട്ടികൾ എപ്പോ എന്ത് കളിയാണ് കളിച്ചത്? അപ്പോ ഈ പറയുന്ന കോൺഗ്രസ്സുകാര് പതിയെ ഇവിടെ ഒരു ഇസ്ലാം രാഷ്ട്രമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഇസ്ലാം രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ്സുകാര് വഖഫിന് സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ച ഒന്നാന്തരം കരി നിയമമാണ് വഖഫ് ബോർഡ്. അവരെ സഹായിക്കാനായിട്ട്. അപ്പൊ സഹായിക്കാനായിട്ട് വലിയൊരു നിയമം, വലിയൊരു പത്രത്തിൽ നമുക്ക് അധികാരമായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ അവിടെയും ഇവിടെ നിസ്കരിക്കാൻ ഇടം വേണം, ഇപ്പുറത്ത് ദഫ് മുട്ടണം, അപ്പുറത്ത് മുട്ടണം, ഇപ്പുറത്ത് ബിരിയാണി വിളമ്പണം, അപ്പുറത്ത് ചിക്കൻ വിളമ്പണം, മറ്റേ തിരുപ്പതിയിലെ ലഡുവിന് പന്നിയുടെ നെയ്യോ അല്ലെങ്കിൽ പോത്തിന്റെ നെയ്യോ പട്ടിയുടെ നെയ്യോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. കാരണം ഞമ്മന്റെ ആവുമല്ലേ മൊത്തം, നാട് മൊത്തം ഞമ്മന്റെ ആവുമല്ലേ. അപ്പൊ ഞമ്മക്ക് എന്തും ചെയ്യാം. ഞമ്മക്ക് എന്തിനു പുഞ്ചക്കണ്ട് ഞമ്മടെ കാലം കട്ട് കഴിക്കാന്ന് പറഞ്ഞ മാതിരി അതുപോലെ കറക്റ്റ് ആണിത്. ഞമ്മക്കൊന്നിന്റെ ആവശ്യമില്ല. ഞമ്മക്ക് ആരാന്റെ പറമ്പുണ്ടല്ലോ. ഈ പറയുന്നവന്മാരുടെ ഈ മതമേലധ്യക്ഷന്മാരായാലും എവരുടെ തലപ്പത്തിരിക്കുന്നവന്മാരായാലും ഏത് തരക്കാരാണെങ്കിലും ശരി, ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് നാണവും മാനവും ഇല്ലാതെ കണ്ടവന്റെ തട്ടിപ്പറിക്കുന്ന സ്വഭാവം ഇത് ആ വർഗത്തെ തന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കും. അത് ആ വർഗം തിരിച്ചറിയുന്നില്ല. ഒരു കോമാളി വേഷം കെട്ടിയിട്ടാണ് ഈ വർഗം ഇപ്പൊ ജീവിക്കുന്നത്. എല്ലാവരുടെയും മുമ്പിൽ ഒരു കോമാളി വേഷം ഒരു വിഭാഗത്തിന്. ഒരു വിഭാഗത്തിന്, ഈ തീവ്ര സ്വഭാവമുള്ള വിഭാഗം ഒരു വിഭാഗത്തിന് അവരവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളി വേഷത്തിന്റെ വേഷം എടുത്തണിഞ്ഞ് നടക്കുന്ന ഒരു കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെറും കോമാളികൾ. അത് അവരെ അങ്ങനെ ആവുന്നതല്ല, അവരെ അങ്ങനെ ആക്കുന്നതാണ്. അവരുടെ വർഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന മതമേലധ്യക്ഷന്മാരും അവരുടെ കൂടെയുള്ള ഏറ്റവും വലിയ അധികാരപ്പെട്ട ഇരിക്കുന്ന വമ്പന്മാരൊക്കെ കൂടിയിട്ട് ഈ ഒരു പ്രത്യേക വിഭാഗക്കാരെ വെറും കോമാളികളാക്കി ചിത്രീകരിക്കുകയാണ് ഓരോ ദിവസവും. അത് അവര് മനസ്സിലാക്കുന്നത് എന്നാണോ അന്നേ ഈ നാട് തന്നെ നേരെയാവുള്ളൂ. അതാണ് സത്യം. അല്ലാതെ എനിക്ക് വഖഫ് ബോർഡിനെ കുറിച്ചിട്ട് ഇതുപോലെ 4 അക്ഷരം പറഞ്ഞില്ലെങ്കിൽ, കാരണം ഇത് ഏത് സർക്കാരിന്റെ ഇതെന്ന് പറഞ്ഞില്ലെങ്കിൽ
അതൊരു ശരിയായ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറയുന്നത്. അപ്പൊ നിങ്ങളും എന്നെ പോലെ തന്നെ അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത് എല്ലാവരുടെ മുന്നിലും എത്തിക്കണം. പ്ലീസ്, ദയവുണ്ടായിട്ട്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, എന്റെ നാടിന് വേണ്ടിയിട്ടാണ്, എന്റെ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു വിഭാഗക്കാരോടും ഒരകൽച്ചയില്ല. എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു നിർബന്ധമേ ഉള്ളൂ, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച ബഹുമാനവും എനിക്ക് കിട്ടണം. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ അങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ മതി. അതും അതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കണം. അത്രേ ഉള്ളൂ. അപ്പോ ദഫുമുട്ട് നടത്തുന്ന ആസ്വദിക്കുന്ന ആൾക്കാരോടും, അതായത് ഹിന്ദു എന്ന ജന്തുക്കളോടും, ഈ രാഷ്ട്രീയം മറച്ചു വയ്ക്കുന്ന പിന്നെ പ്രധാന ഇവിടുത്തെ ചാനലുകാരോടും എല്ലാവരോടും എനിക്കിത് പറയാനുള്ളത്, സത്യം സത്യമായിട്ട് പറയാനായിട്ട് നിങ്ങൾ മടിക്കുന്നത് എന്തിനാ? നിങ്ങൾ ഉറക്കെ ഉറക്കെ വിളിച്ച് പറയണം സത്യം. എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയവും മറന്നിട്ട് ഇവിടുത്തെ സത്യങ്ങൾ മനുഷ്യരറിയട്ടെ. ഒരാളുടെ രാഷ്ട്രീയം കോൺഗ്രസ് ചെയ്താണെങ്കിൽ അത് മറച്ചു പിടിക്കുക, അപ്പൊ അത് എന്റെ രാഷ്ട്രീയമാണെങ്കിൽ ഞാനത് മറച്ചു പിടിക്കുക. അങ്ങനെ വരരുത്. ഇവിടെ രാഷ്ട്രീയമല്ല മുഖ്യം, രാഷ്ട്രീയമല്ല മുഖ്യം, രാഷ്ട്രമാണ് മുഖ്യം. ആദ്യം രാജ്യം ഉണ്ടാവണം, എന്നിട്ടേ രാഷ്ട്രീയമുള്ളൂ. രാഷ്ട്രീയം രണ്ടാമതാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം നിലനിൽക്കണം. എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന ഒരേ പിന്നെ എന്താ പറയാ നാനാത്വത്തിൽ ഏകത്വമായിട്ട് നമ്മുടെ രാജ്യം നിലനിൽക്കണം. ആ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഒരു ഭാഗത്ത് കൂടെ ഒരുത്തൻ കിടന്നിട്ട് ഇങ്ങനെ വെട്ടിപ്പിടിച്ച് അവസാനം ഇവിടെ മൊത്തം പണ്ടത്തെ കാലത്ത് ചെയ്ത പോലെ എല്ലാരെയും പിടിച്ചിട്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് മതം മാറ്റിക്കൊണ്ട് ആ അവസ്ഥയിലേക്ക് ഇനി പോകാൻ പറ്റില്ല. നമ്മുടെ കാരണന്മാരായിട്ട് ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ ചെയ്തു കൂട്ടിയതാണ്. നമ്മുടെ പൂർവികന്മാരായിട്ട് ഒരുപാട് വിഡ്ഢിത്തങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയതാണ്. ഇനി ആ വിഡ്ഢിത്തങ്ങളിൽ നമുക്ക് അടിമപ്പെട്ട് ജീവിക്കാൻ തൽക്കാലം മനസ്സില്ല, സൗകര്യമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരണ്ട എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണം, പ്രതികരണശേഷി ഉള്ളവരാവണം. അതർവൈസ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.